അങ്ങനെ ഇന്നേ വരെ അത് യാതൊരു കുഴപ്പം പറ്റിയിട്ടില്ല. പലരും ഇത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 1 ലക്ഷം കിട്ടിയാലും ഞാൻ അത് കൊടുക്കില്ല. ഇതെന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. കാറില്ലായിട്ടോ കാറ് വാങ്ങിക്കാൻ പറ്റായിട്ടോ അല്ല. നല്ല സുഖാ ചവിട്ടാൻ. ഓക്കെ. റായലിയുടെ ഫ്രെയിമാവുക കാരണം ഫ്രെയിം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോയർക്കണമൊക്കെ ഓരോരോ വേറെ കമ്പനികളിലൊക്കെ കയറ്റിയിട്ട് റായലിൻ്റെ സാധനങ്ങളൊന്നും കിട്ടാത്ത കാരണം എന്തായാലും ഇപ്പോൾ അത് പലരും എന്നോട് ഇതെന്താ കൊടുക്കാത്ത പിശുക്കനാണ് അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും ഗ്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കൂറ്റനാട്ടുകാരൻ ഉണ്ണികൃഷ്ണേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ സൈക്കിളുണ്ട്, അത് റാലി സൈക്കിളാണ്. ആ സൈക്കിളും അദ്ദേഹത്തിൻ്റെ യാത്രയും നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് നേരം സമയം ചേരുകയാണ്. 1885 റാലി കമ്പനി അവർ സൈക്കിൾ നിർമ്മാണം ആരംഭിച്ചത്. ഇപ്പോൾ 100-ലേറെ വർഷമായി. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ്റെ കയ്യിൽ ഈ സൈക്കിൾ കിട്ടിയിട്ട് തന്നെ ഏകദേശം 30 വർഷത്തിന് മീതെയായി. അദ്ദേഹം ഇപ്പോഴും ഈ സൈക്കിൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സൈക്കിൾ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. കൂറ്റനാട്ടെ അറിയപ്പെടുന്ന വാഹന മെക്കാനിക്കായ ഉണ്ണികൃഷ്ണേട്ടൻ്റെ വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കൂറ്റനാട് ടൗണിൽ പട്ടാമ്പി റോഡിലാണ്. കാറ്, ജീപ്പ് തുടങ്ങിയ വാഹനങ്ങളൊക്കെ ഇവിടെ റിപ്പയർ ചെയ്യുന്നുണ്ട്. ഈ വർക്ക്ഷോപ്പിൽ തന്നെ ഉണ്ണികൃഷ്ണേട്ടൻ്റെ സഹോദരനായ ശിവരാമേട്ടൻ നടത്തുന്ന പാച്ച് വർക്കുമുണ്ട്. കൂറ്റനാടിനടുത്ത് പിലാക്കാട്ടിയിലാണ് ഉണ്ണികൃഷ്ണേട്ടൻ്റെ വീട്. കഴിഞ്ഞ 30 വർഷക്കാലത്തിന് മീതിയായി വർക്ക്ഷോപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉണ്ണികൃഷ്ണേട്ടൻ സാമൂഹ്യ പ്രവർത്തന രംഗത്തും കൃഷി മേഖലയിലും സജീവമാണ്. ഈ വർക്ക്ഷോപ്പും ഈ വർക്ക്ഷോപ്പ് നിൽക്കുന്ന സ്ഥലവുമെല്ലാം ഉണ്ണികൃഷ്ണേട്ടൻ്റെ സ്വന്തം പേരിൽ തന്നെയാണ് ഉള്ളത്. എന്താ ചെയ്തോണ്ടിരിക്കണേ? ഞാൻ ബ്രേക്ക് സ്വിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. ഉണ്ണികൃഷ്ണേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ ഒരു സഹായി കൂടിയുണ്ട്. ഇവർ രണ്ടുപേരും ചേർന്ന് വാഹനങ്ങളുടെ ഏത് തരത്തിലുള്ള കേടുപാടുകളും തീർത്തു കൊടുക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ വർക്ക്ഷോപ്പിനകത്തെ ചെറിയൊരു ഓഫീസ് റൂമാണ്. ഇവിടെ എല്ലാതരം പണി ഉപകരണങ്ങളും സൂക്ഷിച്ചിരിക്കുന്നു. ഉണ്ണികൃഷ്ണേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ നിന്നും വീട് നിൽക്കുന്ന പിലാക്കാട്ടിയിലേക്ക് 2 കിലോമീറ്റർ ദൂരമുണ്ട്. ദിവസം തോറും 2 കിലോമീറ്റർ ഇങ്ങോട്ടും 2 കിലോമീറ്റർ അങ്ങോട്ടുമായി 4 കിലോമീറ്റർ ദൂരം അദ്ദേഹം സൈക്കിൾ ചവിട്ടുന്നു. നമ്മൾ ഉണ്ണികൃഷ്ണേട്ടനെ കാണാനായി പിലാക്കാട്ടിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വീടിൻ്റെ പോർച്ചിൽ നിർത്തിയിട്ടിരിക്കുന്ന അംബാസഡർ കാറിന് സമീപമാണ് നമ്മുടെ സൈക്കിളിൻ്റെയും സ്ഥാനം. തൻ്റെ സൈക്കിളുമൊത്തുള്ള എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാനായി ഉണ്ണികൃഷ്ണേട്ടൻ ഇന്ന് നമുക്ക് വേണ്ടി ചിലവഴിച്ചിരിക്കുകയാണ്. സൈക്കിളിനെ പറ്റിയുള്ള വിവരങ്ങൾ ഉണ്ണികൃഷ്ണേട്ടനിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. ഉണ്ണികൃഷ്ണേട്ടാ, നമസ്കാരം. 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 ഞങ്ങൾ കാണുമ്പോഴൊക്കെ ഉണ്ണികൃഷ്ണേട്ടൻ ഈ സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഗുഡൻസ് എന്താണ്? ഇത് ഏത് മോഡൽ സൈക്കിളാണിത്? ഇതിൻ്റെ മോഡൽ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ 86 സ്വന്തമായിട്ട് ഞാൻ വർക്ക്ഷോപ്പ് ഇട്ടു, മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ഇട്ടു, കാർ വർക്ക്ഷോപ്പ്. ഓക്കെ. അപ്പോൾ വീട്ടിലേക്ക് പോരണം വെച്ചാൽ 2 കിലോമീറ്റർ നടന്ന് പോരണം, അല്ലെങ്കിൽ വേറെ വണ്ടി വേണം. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നി ഈ സ്കൂട്ടറും കാറിനെയും കാട്ടിയൊക്കെ നല്ലത് ഒരു സൈക്കിളാണ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരാളുടെ അടുത്ത് 120 രൂപയ്ക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ വാങ്ങിച്ചു. ഏകദേശം അന്ന് വാങ്ങിക്കുമ്പോൾ അതിനൊരു 40 കൊല്ലത്തെ പഴക്കമുണ്ട്. ഓക്കെ. എന്നിട്ട് ഞാനത് കൂറ്റനാടൻ ഒരു വർക്ക്ഷോപ്പിൽ കംപ്ലീറ്റ് അഴിച്ച് വൃത്തിയാക്കി. ചെയിൻ കവറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ റാലിയുടെ ഫ്രെയിമാണ്. റാലിയുടെ ഫ്രെയിമാണ്. റാലിയുടെ ഫ്രെയിം പഴയ റാലിയാണ്. അപ്പോൾ ചവിട്ട നല്ല 1885 ഉണ്ടാക്കിയ റാലി സൈക്കിള്. അതിലത്തെ ഒരു വകഭേദമാണ്. എത്ര കൊല്ലാണ് ഏതാ മോഡലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ റാലിയുടെ സൈക്കിളാകുമ്പോൾ ചവിട്ടാൻ വളരെ സുഖമാണ്. അത് കയറ്റായാലും ഇറക്കായാലും അതിന് അങ്ങനെ ഇരിക്കുന്ന ഈ മറ്റേ ഈ ഇതിൻ്റെ സീറ്റിൻ്റെ ഡിഫറൻസ് ആണ് വ്യത്യാസം. സീറ്റിൻ്റെ അത് BS സൈക്കിള് മറ്റേ സൈക്കിളൊക്കെ ഉണ്ടല്ലോ, അതിന് ഇത്ര സുഖം കിട്ടില്ല. ഇതും അങ്ങനെ പതുക്കെ അങ്ങനെ പോവുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ക്ഷീണം അറിയില്ല, എത്ര വേണമെച്ചാൽ ചവിട്ടാം. പിന്നെ വെറും മറ്റേ ചവിട്ടിൽ മാത്രമല്ല, ദേഹത്തിന് എപ്പോഴും ഒരു ആയാസം.
പിന്നെ അതുപോലെ തന്നെ പ്രകൃതിക്ക് യാതൊരു ദോഷവുമില്ല. ഇന്ന് എല്ലാവരും മറ്റേ പൊങ്ങച്ചും പ്രശ്നങ്ങൾ മറ്റേ അവരുടെ പൈസയുടെ പൊങ്കൊക്കെ ആയിട്ട് നടക്കുന്ന കാലമാണ്. ഞാനത് ഇത്ര കാലം ഉപേക്ഷിച്ചില്ല. ഇപ്പം ഏകദേശം 37 കൊല്ലമായി ഞാൻ ഉപയോഗിക്കുന്നു. ഇപ്പോൾ പലരും എന്നെ കാണുമ്പോൾ എന്നെ വഷളാക്കുക, കളിയാക്കുകയൊക്കെ ചെയ്യും. ഇത്ര കാലമായിട്ട് ഇത് മാറ്റാൻ പറ്റിയില്ല. അപ്പം ഞാനിത് മാറ്റുന്ന വെച്ചാൽ വർക്ക്ഷോപ്പ് തുടങ്ങണ കാലത്ത് തന്നെ വേണമെച്ചാൽ എനിക്ക് വണ്ടി എടുക്കാം. ഇപ്പോൾ എനിക്കൊരു അംബാസഡർ കാറുണ്ട്. പക്ഷേ ഞാൻ അതങ്ങനെ എടുക്കാറില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യം ഈ ബാറ്ററി ഇറങ്ങി പോയിരുന്നു വിചാരിച്ചിട്ട് എടുക്കും. ബാക്കിയുള്ള ദിവസമൊക്കെ ഈ മഴയായാലും വെയിലായാലും ഇതിലാണ് പോവുക. ആക്ച്വലി ഇത് ഈ സൈക്കിള് റാലി സൈക്കിൾ ആയിരുന്നു അല്ലേ? റാലി സൈക്കിളാണ് ഇപ്പോഴും. അതെ, ഫ്രെയിം മാത്രമേ ഉള്ളൂ. അതിന്റെ പഴയ കുറെ സാധനങ്ങളൊക്കെ മാറ്റിയത്. അതായത് അപ്പൊ സംഭവമാണ് സൈക്കിള് റാലിയാണ്. പക്ഷേ ഈ റാലി സൈക്കിളിനെ വളരെ മുൻപ് തന്നെ നിർത്തി പോയതുകൊണ്ട് പിന്നെ നമുക്ക് സ്പെയർ പാർട്സും കിട്ടാണ്ട് വന്നു. പിന്നെ ഓരോരോ സാധനങ്ങൾ മാറ്റി മാറ്റി വന്നപ്പോൾ വിവിധ കമ്പനികളായി മാറി സാധനങ്ങളായി. എന്നാലും ഈ ഫ്രെയിമിന്റെ ഇത് വ്യത്യാസം ഇല്ലല്ലോ. അത് കാരണം ചവിട്ടാൻ സുഖം. ശരിയാണ്. ഈ ഇതുണ്ടല്ലോ, ഈ ഫ്രെയിം ഉണ്ടല്ലോ, ഈ ഫ്രെയിം ഈ റാലിന്റെ ഫ്രെയിമും മറ്റേ ഫ്രെയിമിനായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം തന്നെ വണ്ടി ചവിട്ടാൻ ഭയങ്കര സുഖം. ഓക്കെ. ഇത് എടുത്ത് കൊണ്ടുപോയിട്ട് ചവിട്ടുന്നവരൊക്കെ പറയും, ഇത് നല്ല സുഖമുള്ള സൈക്കിളാണല്ലോ എന്ന്. ശരി. അങ്ങനെ ഇത് ഒരു 4-5 പ്രാവശ്യം കളവുമല്ല, വർഷാപ്പിൽ നിന്ന് എടുത്തിട്ട് ഓരോ സാധനങ്ങൾ മേടിക്കാൻ പോകും. അവരത് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും. പിന്നെ ഞാൻ അന്വേഷിച്ചാൽ കാണില്ല. അങ്ങനെ ചിലപ്പോൾ 4 ദിവസം 5 ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കിട്ടുക. അപ്പൊ എനിക്ക് ഈ എൻ്റെ സൈക്കിളും ഇത് എല്ലാവർക്കും അറിയാം, എൻ്റെ സൈക്കിളാണെന്നുള്ളത്. അപ്പൊ കൂറ്റനാട് സെന്ററിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡിലിരിക്കുന്നുണ്ടാവും. അവര് പറയാം, അപ്പൊ പോയിട്ട് ചെക്കന്മാരെ പറഞ്ഞയക്കും. അത് സാധനം ഇരിക്കുന്നുണ്ടാവും, എടുത്തു വരും. അങ്ങനെ ഇന്നേ വരെ അത് യാതൊരു കുഴപ്പം പറ്റിയിട്ടില്ല. പലരും ഇത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 1 ലക്ഷം കിട്ടിയാലും ഞാൻ അത് കൊടുക്കില്ല. ഇതെന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. കാറില്ലായിട്ടോ കാറ് വാങ്ങിക്കാൻ പറ്റായിട്ടോ അല്ല. അപ്പൊ ഞാൻ വർക്ക്ഷോപ്പ് വാങ്ങിക്കാൻ തുടങ്ങുമ്പോ തന്നെ ഞാൻ 10 സെന്റ് സ്ഥലം കൂറ്റനാട് സെന്ററിൽ വാങ്ങിച്ചു. ഇപ്പൊ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതില് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, റൂമുകൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ അത് ഉപേക്ഷിക്കാറില്ല. വെറും ഉണ്ണിച്ചേട്ടാ, ഈ സൈക്കിളിന് ഈ കൊട്ട എവിടെ നിന്ന് മേടിച്ചതാ? കൊട്ട പണ്ടൊക്കെ എല്ലാ കടകളിലും ഇത് കിട്ടിയായിരുന്നു. ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഈ സാധനം കിട്ടാനില്ല. അങ്ങനെ ഇത് എന്റെ പിന്നിൽ ഒരു ബൈക്ക് വന്നിടിച്ചു ഒരു പ്രാവശ്യം. ബൈക്ക് വന്നിടിച്ചതിന്റെ മുമ്പ് ഒരു കൊട്ട ഉണ്ടായിരുന്നു. 2 കൊട്ടയാണ് ഞാൻ ഇപ്പൊ ഈ വണ്ടി വാങ്ങിയിട്ട് അത് 3ാമത്തെ കൊട്ടയാണ്. അപ്പൊ ഈ കൊട്ട എവിടെയും കിട്ടാനില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു. അപ്പൊ ഒരു പാകമില്ല, എവിടെയില്ല. കുന്നംകുളം ഭാഗത്ത് എവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം, പക്ഷെ എവിടെയെന്ന് അറിയില്ല. അങ്ങനെ ഞാനൊരു ഒരു വർക്ക്ഷോപ്പുകാരനായിട്ട് ഒരു ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു, ഇങ്ങനത്തെ കൊട്ട കിട്ടുകയെന്ന് വെച്ചാൽ എവിടെ നിന്നായാലും എത്ര പൈസ ആയാലും അത് വാങ്ങിച്ചു വരണം. അങ്ങനെ കുന്നംകുളത്തുനിന്ന് അപ്പുറത്തെ കാണിപ്പോയി ആ ഭാഗത്തുനിന്ന് ഒരു ഓട്ടോറിക്ഷക്കാരൻ പോയി വരുന്ന സമയത്ത് അവർ അങ്ങനെ അന്വേഷിച്ചപ്പോൾ എവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ 500 രൂപയ്ക്ക് ഈ കൊട്ട വാങ്ങിച്ചതാ. അപ്പോൾ ഇത് നല്ല ഫ്രെയിമാണ്. ഇതിൽ ഒരു 5 കിലോ വരെ ഇതിൽ ഇടാൻ പറ്റും. 5 കിലോ വരെ ഇതിലിടാം. അപ്പൊ ആ കൊട്ട വാങ്ങിച്ചതാ. ഇപ്പോൾ ഇത് പലരും എന്നോട് ചോദിച്ചു, ഈ കൊട്ട കിട്ടുമോ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടാതെ ഞാൻ വേറെ ആളെ കൊണ്ട് കൊണ്ടിരിച്ചതാണ്. ഇപ്പൊ അവരോട് ചോദിച്ചാൽ കിട്ടുമോ എനിക്കറിയില്ല. എന്തായാലും വളരെ സൗകര്യമാണ്. പിന്നെ ബാക്കിൽ നിന്ന് കാണാൻ വലിയ അപകടമൊന്നും ഇല്ലാതിരിക്കാൻ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചോടെ ബാക്കില്. ഡൈനാമൊക്കെ വർക്കിംഗ് ആണല്ലോ അല്ലേ? ഇല്ല, ഡൈനാമോ വർക്ക് ചെയ്യണമൊന്നുമില്ല. അത് ഡൈനാമോ അങ്ങനെ അത് പഴയതുണ്ടായിരുന്നത് അങ്ങനെ വെച്ചതാ. ഡൈനാമോ കംപ്ലൈന്റ് ആയി. റാലിയുടെ സൈക്കിളിന്റെ പ്രത്യേകത എന്താണ്? ഫ്രെയിമിന്റെ എന്ന് പറഞ്ഞല്ലോ, എങ്ങനെയാണ് എന്റെ ഏർപ്പാട്? ഫ്രെയിം എന്ന് പറഞ്ഞാലേ ഈ സാധനത്തിന്റെ ഈ ബെൻഡ് ഉണ്ടല്ലോ, ഈ ബെൻഡ് മറ്റേ ബെൻഡുകൾക്ക് ഒരു സ്വല്പം ഇങ്ങോട്ട് വരും, ഫ്രണ്ടിലേക്ക് വരും. അപ്പൊ ഈ സീറ്റിന്റെ ഈ ഭാഗം ചവിട്ടാനുള്ള ലെങ്ത് ഉണ്ടല്ലോ, ഈ ലെങ്ത്തിൽ വ്യത്യാസം വരും. ഇതാവുമ്പോ കുറച്ച് ബാക്കിലേക്കാണ് ഈ സീറ്റിന്റെ സെറ്റിംഗ് കുറച്ച് ബാക്കിലേക്ക്. അപ്പൊ ഈ മറ്റേ പ്രസ്സിങ് ഉണ്ടല്ലോ, കാലിലെ പ്രസ്സിങ് വരുമ്പോ സുഖമായിട്ട് ചവിട്ടാൻ പറ്റും. അപ്പൊ സുഖമായിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കാം. അങ്ങനെ നമ്മുടെ കാല് ബാക്കിലേക്ക് ഒന്നിങ്ങനെ വലിഞ്ഞിട്ടായിരിക്കാം. അത് കാരണം അതാണ് ഞാൻ കൂടുതൽ ഈ വണ്ടി ഉപേക്ഷിക്കാത്തത്. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ പുതിയ വണ്ടി വാങ്ങിക്കാനും ഇത്ര പൈസ ഉള്ളൂ. അപ്പൊ പുതു മേടിച്ചോടെ ചോദിക്കും. അപ്പോഴും എനിക്ക് ഈ സുഖം എന്തായാലും പുതിന് കിട്ടാറില്ല. ഞാൻ പല സൈക്കിളും ചവിട്ടി വാങ്ങാറുണ്ട്, കിട്ടാറില്ല. അപ്പൊ നമ്മള് ഇത്രയും കാലം 10-37 കൊല്ലമായിട്ട് ചവിട്ടി വരണതല്ലേ. അപ്പൊ ഇതിന്റെ ഇത് കണ്ട അത്രയും ഷെയ്ക്കാ. പക്ഷെ ഈ സാധനം അടക്കം ഒന്നും കിട്ടാനില്ല. അപ്പൊ ഞാൻ ഇതിന് ഉപയോഗിക്കാം. ഇതിങ്ങനെ ഷെയ്ക്കായിട്ട് ഞാൻ ഏകദേശം ഒരു 4 കൊല്ലമായിട്ട് ഓടിക്കുന്നു. ഞാൻ മാത്രമേ ഓടിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതിന് വേറെ കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലും ഓടിച്ചാൽ നല്ല സുഖമാണെന്ന് പറയുന്നത് മാത്രം. പക്ഷെ ആർക്കും സൈക്കിൾ കൊണ്ട് എടുക്കുമ്പോൾ മാനക്കടാണ്. നാണക്കട് ഈ കാലത്തൊരു സൈക്കിൾ കൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നാണക്കടാണല്ലോ. ഇപ്പൊ ബെൻസ് കാറ്, XUV കാറൊക്കെ അല്ലേ എല്ലാവർക്കും. അപ്പൊ ഞാൻ ഒരു വർഷാപ്പുകാരനായിട്ട് ഇതെങ്കിലും തള്ളി അടക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു വിഷമമുണ്ട്. എനിക്ക് അതിൽ വളരെ സന്തോഷമാണ്. അവർക്ക് വിഷമാകുമ്പോഴേക്കും ഒരു സന്തോഷമാണ്. എന്താ വെച്ചാൽ
നമ്മളെക്കാൾ എത്രയോ താഴെയുള്ള ആൾക്കാർ എത്രയോ പാവങ്ങൾ ഇപ്പോഴും ഇരിക്കുക. ഒരു സൈക്കിൾ കൂടി വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടാവാം. നമുക്കിത് ഒരു പ്രൗഢിത്താണ് ഈ സൈക്കിളായിട്ട് കൊണ്ടുപോകാന്ന്. എന്താ വെച്ചാൽ ഞാൻ ഇതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ചേട്ടാ ഇത് നല്ല വ്യായാമമാണല്ലോ അല്ലേ? അതെ, ഇതിപ്പോ ഇപ്പോഴത്തെ കാലത്ത് കൊളസ്ട്രോള്, ഷുഗർ, അങ്ങനെ പല അസുഖങ്ങൾ ആളുകൾക്കുണ്ട്. ഇത് ദിവസം ഞാൻ രണ്ട് നേരമായിട്ട് 4 കിലോമീറ്റർ ചവിട്ടും. 4 കിലോമീറ്റർ ചവിട്ടും. എനിക്ക് ഇതേവരെ പ്രത്യേകിച്ച് യാതൊരു അസുഖവും ഇല്ല. അതിപ്പോൾ ഇതിൻ്റെ ഭാഗമാണോ, ഞാൻ കുറച്ച് കൃഷിയായിട്ട് ബന്ധപ്പെട്ട ആളാണ്. കാലത്ത് 2 മണിക്കൂർ കൈക്കോട്ട് കളിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വർക്ക്ഷോപ്പ് പോവുക. ഇപ്പോൾ വർക്ക്ഷോപ്പിലെ പണി കുറച്ച് കുറവാക്കി. എന്നാലും പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. അതിൻ്റെ ഒരു എന്താ കാരണം വെച്ചാൽ ഈ സൈക്കിളിൻ്റെ ഒരു ഭാഗമാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ദോഷമൊന്നും ഇതേവരെ വന്നിട്ടില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ആരും ഇതിന് തയ്യാറല്ല. സൂക്കട് എന്തായാലും ഇങ്ങനെ ഈ സൈക്കിൾ ചവിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു മോശം പ്രവണതയായിട്ട് കാണുന്ന ആളുകൾക്ക് അത് ഇത് ചവിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യമില്ലാതെ 10 കിലോമീറ്റർ നടക്കും. വീട്ടിൽ ഒരു പച്ചക്കറി ഉണ്ടാക്കുകയെ കൃഷി സ്ഥലം ഉണ്ടെച്ചാൽ ഒന്നും ചെയ്യൊന്നുമില്ല. ഞാൻ അതിലൊക്കെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളാവ് കാരണം ഇത് ഞാൻ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു. പരിഷ്കൃത രാജ്യങ്ങളിൽ സൈക്കിളിനും സൈക്കിൾ സവാരിക്കുമെല്ലാം വളരെയേറെ പരിഗണനയുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഉണ്ണികൃഷ്ണേട്ടനെ പോലെയുള്ള ചുരുക്കം ചില ആളുകൾ മാത്രമാണ് സൈക്കിളിനെ ജീവിതത്തോട് ചേർത്ത് നിർത്തുന്നത്.